ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ബ്രഹ്മയുഗം എന്ന മലയാളം മൂവിനെ കുറിച്ചിട്ടാണ്. മമ്മൂട്ടി പ്രധാന വേഷം ചെയ്ത ഈ ഒരു മൂവി ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ആ കഥ ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഇനി അധികം പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. യുഗങ്ങളെ നാലായിട്ട് പിരിച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തേതാണ് കലിയുഗം. ബ്രഹ്മയുഗം ഈ കലിയുഗത്തിൽ വരുന്ന ഒരു ഭാഗമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുമെന്ന് പറയുന്ന കലിയുഗത്തിൽ തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ബ്രഹ്മയുഗത്തില് അതിനേക്കാളേറെ ചാത്തന്റെ പ്രയോഗങ്ങൾ കൂടുതലായിരിക്കും. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തെ ഒരു ഫോറസ്റ്റിലെ രണ്ട് ചെറുപ്പക്കാര് അങ്ങനെ എവിടേക്കോ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. ഇവർ രണ്ടുപേരും അടിമകളാണ്. അങ്ങനെ എവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് ഇവര്. ഇതിൽ ഈ അർജുൻ ചെയ്ത ക്യാരക്ടറെ നമുക്ക് നായകൻ എന്ന് വിളിക്കാം. അങ്ങനെ ഇപ്പൊ എന്തായാലും അവർ രണ്ടുപേരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരാ ഫോറസ്റ്റിന്റെ ഒരു ഭാഗത്ത് വെച്ച് ഒരു പെണ്ണിനെ കാണുന്നു. ഈ സമയം നായകന്റെ കൂടെയുള്ള ആ വ്യക്തിയുടെ പേര് കോരാന്നാണ്. അവൻ അവളെ അടുത്തേക്ക് പോവാണ്. അപ്പൊ തന്നെ അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവനെ കടിച്ചു കൊല്ലാൻ തുടങ്ങുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു പ്രേതമാണെന്ന്. ഇത് കണ്ട് നമ്മുടെ നായകൻ അവിടുന്ന് അലറി വിളിച്ചോണ്ട് ഓടുവാണ്. അങ്ങനെ ഓടി ഓടി നമ്മുടെ നായകൻ ആ ഫോറസ്റ്റിന് നടുവിലുള്ള ഒരു വീട്ടിലേക്ക് എത്തുന്നു. കണ്ട ആൾതാമസമൊന്നും ഇല്ലാന്ന് തോന്നിക്കുന്ന ഒരു പഴയ വീട്ടിലേക്ക്. അങ്ങനെ ഇപ്പൊ അവിടുത്തെ നായകൻ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാന്ന് വിചാരിച്ചുകൊണ്ട് അതിന് ശ്രമിക്കുന്ന സമയം ഒരു വ്യക്തി ഇറങ്ങി വന്ന് നീ ആരാണെന്ന് ചോദിക്കുന്നു. ഇതാ വീട്ടിലെ വേലക്കാരനായിരുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അകത്ത് നിന്ന് ആരാ വന്നിരിക്കുന്നതെന്ന് മറ്റാരോ ചോദിക്കുവാണ്. ഇത് കേട്ട വേലക്കാരൻ അതേത് വഴിപോക്കന്റെ തമ്പുരാനെ എന്ന് പറയുന്നു. ഈ സമയം ഇത് കേട്ട് ആ വ്യക്തി പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. മമ്മൂട്ടി ചെയ്യുന്ന ക്യാരക്ടറാണ് ആ തമ്പുരാൻ. അങ്ങനെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി നായകനെ കണ്ട തമ്പുരാൻ നീ ആരാണ്, നിനക്കെന്താ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ നായകൻ ഞാനിങ്ങനെ ഒരു അടിമയാണ്, വേറെ നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പൊ നായകനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന തമ്പുരാൻ നായകന് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാന്നുള്ള കാര്യം മനസ്സിലാക്കുവാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പൊ നായകനെ കൊണ്ട് ഒരു പാട്ടെല്ലാം പാടിക്കുന്നു. അങ്ങനെ നായകൻ പാടിയ പാട്ട് തമ്പുരാന് ശരിക്കും ഇഷ്ടാവുന്നു. അതുകൊണ്ട് തന്നെ തമ്പുരാൻ പറയുകയാണ് നിന്റെ പാട്ട് എനിക്ക് വല്ലാതെ ഇഷ്ടമായോണ്ട് നിനക്ക് വേണമെങ്കിൽ ഇവിടെ കഴിയാന്ന്. ഇത് കേൾക്കുന്ന വേലക്കാരൻ അതൊന്നും വേണ്ടെന്ന് പറയുന്നു. അപ്പോഴേക്കും തമ്പുരാൻ അയാളോട് ദേഷ്യപ്പെടുവാണ്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ്, നീ അല്ല എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ തമ്പുരാൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട് നായകൻ അവിടെ സ്റ്റേ ചെയ്യാന്ന് വിചാരിക്കുന്നു. കാരണം നായകനാണെങ്കിലും വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ തന്നെ ഓക്കെ പറഞ്ഞ് അവിടെ സ്റ്റേ ചെയ്യുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകൻ ആ വലിയ വീട് മുഴുവൻ ചുമ്മാ അങ്ങനെ നടന്നു കാണുവാണ്. കുറെ നാൾ ആൾതാമസം ഇല്ലാതെ നടന്നുകൊണ്ട് തന്നെ വീടാകെ നാശമായി കിടക്കുമായിരുന്നു. മുഴുവൻ ചുക്കിരിവലകളും കരിയിലകളൊക്കെ ആയിട്ട്. ഈ സമയം വീടിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു പൂട്ടിക്കിടക്കുന്ന അറ നായകൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ അവിടേക്കൊന്ന് പോയി നോക്കാമെന്ന് നായകൻ വിചാരിക്കുന്ന അതേ സമയം തന്നെ അവിടേക്ക് ആ വേലക്കാരൻ വരുവാണ്. കുറെ നാളായി പൂട്ടിക്കിടക്കുന്ന അറിയാണത്, നീ അങ്ങോട്ടൊന്നും പോവാൻ നിൽക്കണ്ട, എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തന്നോളാം. ഇങ്ങനെയും പറഞ്ഞ് നമ്മുടെ നായകനെ ആ വേലക്കാരൻ അതിൽ നിന്ന് വിലക്കുന്നു. അതിന് വേലക്കാരൻ നായകനെ കൂട്ടിക്കൊണ്ടുപോയി അവന് താമസിക്കാനുള്ള റൂമെല്ലാം കാട്ടിക്കൊടുക്കുവാണ്. അങ്ങനെ നായകനെ ഇപ്പൊ അവിടെ താമസമാക്കുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു കുളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായകൻ തമ്പുരാന്റെ അടുത്ത് വന്ന് തമ്പുരാന് വീണ്ടും പാട്ടെല്ലാം പാടി കൊടുക്കാൻ തുടങ്ങുന്നു. അത് കഴിയുമ്പോഴേക്കും വേലക്കാരൻ അവർക്ക് ഫുഡ് കൊണ്ടേ കൊടുക്കുവാണ്. നല്ലോണം വിശക്കുന്നുണ്ട് തന്നെ നമ്മുടെ നായകൻ കൊണ്ടുവച്ച ഫുഡ് പെട്ടെന്ന് തന്നെ കഴിക്കുന്നു. ഇതെല്ലാം കാണുന്ന തമ്പുരാൻ ചിരിക്കുവാണ്. ഈ സമയം നായകൻ പറയുകയാണ് വിശന്ന് വലഞ്ഞ എനിക്ക് തമ്പുരാൻ ഇവിടെ ഒരു അഭയം തന്നത് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാണ്. ഇത് കേട്ടതും ചിരിച്ചോണ്ടിരുന്ന തമ്പുരാൻ പെട്ടെന്നൊന്ന് സീരിയസ് ആവുന്നു. എന്നിട്ട് നായകനോട് പറയുകയാണ് നിന്നെ ഇവിടെ എത്തിച്ചതും നിനക്കിപ്പോ ഭക്ഷണം കഴിക്കാനുള്ള അവസരം തന്നതും ദൈവമല്ല, അതൊക്കെ നിന്റെ വിധി മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞ ദേഷ്യത്തോടെ തമ്പുരാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി നമ്മുടെ നായകൻ കിടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി അവൻ വീടിന് പുറത്തിറങ്ങുന്നു. അങ്ങനെ അതിനുവേണ്ടി അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന സമയം ആ സ്ഥലം മുഴുവൻ ആരൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നത് അവൻ കാണുവാണ്. അങ്ങനെ പേടിയോടുകൂടി നായകൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരികെ വരുന്നു. എന്നിട്ട് കിടന്നിറങ്ങുകയും ചെയ്യുവാണ്. അങ്ങനെ ആ സിനിമ കെട്ടെ അടുത്ത ദിവസം രാവിലെ ആരോ പകിട കളിക്കുന്ന സൗണ്ട് കേട്ടാണ് നായകൻ എഴുന്നേക്കുന്നത്. ചെന്ന് നോക്കുന്ന സമയത്ത് തമ്പുരാനാണ്. അങ്ങനെ ഇപ്പൊ തമ്പുരാനോട് നായകൻ പറയാണ് പകിടയിൽ ജയിക്കണമെങ്കിൽ അതിന് അത്രയും കഴിവ് വേണമെന്ന്. ഇത് കേട്ട തമ്പുരാൻ നിനക്ക് ആ കഴിവുണ്ടെങ്കിൽ വായിരിക്കും, നമുക്കൊരു കൈ നോക്കാന്ന് പറയുന്നു. ഇത് കേട്ട നായകൻ തമ്പുരാൻ വിളിച്ചല്ലേ എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്ന് തമ്പുരാനോടൊപ്പം കളിക്കാൻ തുടങ്ങുവാണ്. അതിന് മുമ്പായിട്ട് തമ്പുരാൻ ഒരു കാര്യം പറയുന്നു, ഈ കളി കളിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പണയമായി വെക്കണമെന്ന്. അതിന് ഈ അടിമേന്റെ കയ്യില് എന്തുണ്ടാവാനോ തമ്പുരാനെ എന്ന് നായകൻ ചോദിക്കുന്ന സമയം തമ്പുരാൻ പറയാണ് നീ നിന്റെ കാലം എനിക്ക് പണയം വെച്ചാൽ മതി. അപ്പൊ നായകനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ നായകൻ എന്തെന്ന് ചോദിക്കുന്ന സമയം തമ്പുരാൻ പറയുവാണ് ഒരു അടിമയെ പോലെ രക്ഷോട്ട് ഇവിടേക്ക് എത്തിയ നീ ഇപ്പൊ എന്നോടൊപ്പം ഇവിടെ ഇരുന്ന് പകിട കളിക്കുന്നില്ലേ, അതാണ് കാലത്തിന്റെ മാറ്റം. സോ ഞാൻ പറഞ്ഞു വരുന്നത് പകിടയിൽ നീ ജയിക്കുവാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം, ഇനി തോറ്റ നീ എന്റെ അടിമയായി ഇവിടെ ഉണ്ടാവണം. അങ്ങനെ ഇപ്പൊ തമ്പുരാൻ പറഞ്ഞ ഈ കാര്യം കേട്ട് നായകനാകെ ഷോക്കാവുന്നു. ഇല്ല തമ്പുരാനെ അത് വേണ്ട, ഞാൻ ഇവിടുന്ന് പോയിക്കോളാന്ന് നായകൻ ഈ സമയത്ത് പറയുകയാണ്. ഈ സമയം തമ്പുരാൻ നായകൻ നേരെ കൈ നീട്ടി ആ പകിട ഇനി തരാൻ പറയുന്നു. അപ്പൊ നായകൻ അത് കൊടുക്കാൻ വരുമ്പോഴേക്കും അയാൾ കൈ വലിക്കുവാണ്. അങ്ങനെ നായകന്റെ കയ്യിൽ നിന്ന് പകിട താഴെ വീഴുന്നു. അങ്ങനെ രണ്ട് പകിടയിലും കൂടി ഒന്നൊന്ന് വീതം രണ്ട് വീണു. ഇത് കേട്ട തമ്പുരാൻ ചിരിച്ചോണ്ട് പറയാണ് നീ കളിക്കാൻ തുടങ്ങിയല്ലോ, ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് കേട്ട നായകൻ ഞാനത് തമ്പുരാന് തരാൻ വന്നപ്പോ തമ്പുരാൻ കൈ വലിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ തമ്പുരാൻ അതൊന്നും കാര്യമാകുന്നില്ല. അപ്പൊ ഇവിടെയും വന്ന് പെട്ടല്ലോ ദൈവമേ എന്ന് ഈ സമയത്ത് നായകന് മനസ്സിലാവുന്നു.
മനസ്സിലാവുന്നു. അങ്ങനെ ഇപ്പൊ അടുത്ത കളി തമ്പുരാൻ കളിക്കുകയാണ്. ഇതേസമയം വേലക്കാരൻ അടുക്കളയില് തിരക്ക് പിടിച്ച പാചകത്തിലായിരുന്നു. അടുത്ത സീനിൽ വീണ്ടും പകിടി കളിച്ചോണ്ടിരിക്കുന്ന നായകനും തമ്പുരാനെയും കാണിക്കുന്നു. തമ്പുരാൻ ഇപ്പൊ പകിടി ഇടുന്ന സമയം 2-6 വീതം, അതായത് പകിട 12 ആവുകയാണ്. ഇത് കാണുന്ന നായകൻ ആകെ ഷോക്കാവുന്നു. അപ്പൊ തമ്പുരാൻ പറഞ്ഞ പോലെ ഇനി താൻ തമ്പുരാന്റെ അടിമയാണല്ലോ എന്നൊക്കെ നായകൻ അങ്ങനെ വിചാരിക്കുവാണ്. അങ്ങനെ ഇപ്പൊ ആ ഒരു വിഷമത്തോടെ ഒന്നും സംസാരിക്കാൻ കഴിയാതെ നായകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വേലക്കാരന്റെ അടുത്തേക്ക് വരുന്നു. അപ്പൊ വേലക്കാരൻ നായകനോട്, നീ തമ്പുരാന്റെ കൂടെ ഇരുന്ന് പകിടി കളിക്കുകയായിരുന്നല്ലോ, എന്തായി എന്നൊക്കെ ചോദിക്കുന്നു. അദ്ദേഹം എന്നെ തോപ്പിച്ചു. ഇങ്ങനെ നായകൻ ഈ സമയത്ത് വിഷമത്തോടുകൂടി പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനും തമ്പുരാനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാളുമായിട്ടുള്ള സംസാരത്തില് അയാള് കാഷ്വലായിട്ട് കുറെ ആൾക്കാരെ കൊന്നിട്ടുണ്ട്, അവരെല്ലാരെയും വീടിന്റെ പുറകുവശത്തെ പറമ്പിലെ കുഴിച്ചിട്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നായകൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴാണ് നായകന് മനസ്സിലായത്, അപ്പൊ ഇന്നലെ രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് താൻ അവിടെ കണ്ട ആ കാഴ്ച അവരെല്ലാരെയും കുഴിച്ചിട്ടതായിരുന്നു എന്ന്. അങ്ങനെ ഇതെല്ലാം മനസ്സിലായി നമ്മുടെ നായകൻ ആകെ ഷോക്കായിരിക്കുന്നു. അതേ സമയം തന്നെ വേലക്കാരൻ എന്തോ ആവശ്യത്തിനോടേക്ക് വരുവാണ്. ഈ സമയം തമ്പുരാൻ വേലക്കാരനോട് എന്തോ ചോദിക്കുന്നു. വേലക്കാരൻ അതിന് തർക്കോത്തരം പറയുന്ന പോലെ എന്തോ മറുപടി കൊടുക്കുവാണ്. ഇത് കേട്ടതും തമ്പുരാൻ ആകെ ദേഷ്യം വന്ന് അയാളെ കഴുത്തിൽ പിടിച്ചമർത്താൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ആ സ്ഥലം മുഴുവൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുവാണ്. ഇതെല്ലാം കണ്ട് നായകനാകെ പേടിച്ചു പോകുന്നു. തമ്പുരാനെ ഒന്നും ചെയ്യില്ലേ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ നായകൻ അതിൽ നിന്ന് തമ്പുരാനെ വിലക്കുന്നു. അങ്ങനെ ഇപ്പൊ തമ്പുരാൻ ആ വേലക്കാരനെ വെറുതെ വിടുവാണ്. അതോടുകൂടി അവിടുത്തെ അന്തരീക്ഷവും ഒന്ന് നോർമൽ ആവുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് നായകനൊക്കെ ബ്ലാങ്ക് ആയിരിക്കുന്ന ആ സമയത്ത് തമ്പുരാൻ നായകനോട് പറയുവാണ്, എന്ത് നോക്കിയിരിക്കുക, നീ പാട്ട് പാടറ എന്ന്. അങ്ങനെ ഇപ്പൊ തമ്പുരാനെ കുറച്ച് പാട്ടെല്ലാം പാടിക്കൊടുത്ത് അതിനുശേഷം നമ്മുടെ നായകൻ കിച്ചണിലുള്ള വേലക്കാരന്റെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ എന്തിനാ തമ്പുരാനുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോയത്? തമ്പുരാൻ നിങ്ങളെ കഴുത്തിനെ കുത്തിപ്പിടിച്ചെടുത്ത സമയം എന്തൊക്കെയോ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ. എന്താ തമ്പുരാൻ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിവുകളുണ്ടോ? തമ്പുരാന് മന്ത്രവും വിദ്യയും എല്ലാം അറിയാമോ? ഈ സമയമാണ് വേലക്കാരന് ഒരു കാര്യം പറയാൻ തുടങ്ങുന്നത്. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ കൊട്ടാരത്തിലുണ്ടായിരുന്ന തമ്പുരാന് ഒരു പെട്ടി ഒരു മോതിരവും കിട്ടി. ആ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നത് ഒരു കുട്ടിച്ചാത്തനായിരുന്നു. അങ്ങനെ ആ പെട്ടി തുറന്ന് പെട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ആ മോതിരം കയ്യിലിട്ട പിന്നീട് അങ്ങോട്ട് ആ മോതിരം കയ്യിലിട്ട വ്യക്തിക്ക് ആ കുട്ടിച്ചാത്തനടിമയായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയില് ഒരു ഘട്ടത്തിൽ ആ കുട്ടിച്ചാത്തൻ മോതിരം കയ്യിലണിഞ്ഞ തമ്പുരാനെ കൊന്നുകളഞ്ഞ് ആ തമ്പുരാന്റെ വേഷത്തില് അവിടെ എങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴാണ് നായകന് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പൊ ഈ കൊട്ടാരത്തിൽ ഇപ്പോൾ ഉള്ളത് തമ്പുരാനല്ല, തമ്പുരാന്റെ വേഷത്തിൽ കഴിയുന്ന ആ കുട്ടിച്ചാത്തനാണെന്ന്. അങ്ങനെ ഇതറിഞ്ഞത് നായകനാകെ ഷോക്കായി. ഇനി ഒരു നിമിഷം നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് എത്ര കൈകൊടുന്ന് രക്ഷപ്പെടാന്നൊക്കെ പറയുന്നു. അപ്പൊ വേലക്കാരൻ പറയുവാണ്, ആ കുട്ടിച്ചാത്തന് ഒരുപാട് മന്ത്രങ്ങളും വിദ്യകളും എല്ലാം അറിയാം, അതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാന്നുള്ളത് അത്ര ഈസി അല്ല, ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാതെ പണ്ടേക്ക് പണ്ടേ രക്ഷപ്പെടില്ലായിരുന്നു. നീ ഇവിടെ നിൽക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ നിന്നെ വിലക്കിയത് അതുകൊണ്ടായിരുന്നു, നിന്റെങ്കിലും ജീവൻ രക്ഷപ്പെട്ടെ എന്ന് വിചാരിച്ച്. എന്നാൽ നീ ഇതിൽ വന്ന് കറക്റ്റ് ആയിട്ട് പെട്ടു. അങ്ങനെ അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട നായകന് അയാളോടൊന്നും ദേഷ്യം തോന്നുവാണ്. എന്ന് നിങ്ങളിവിടെ നിന്നു, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാമെന്ന് പറഞ്ഞ് നായകൻ അതിന് ശ്രമിക്കുന്ന സമയം അവിടേക്ക് തമ്പുരാൻ വരുവാണ്. എന്നിട്ട് നായകനോട് നീ അവിടേക്ക് പോവാ ഈ സമയത്തൊന്നും ചോദിക്കുന്നു. അപ്പൊ നായകൻ ധൈര്യത്തോടു കൂടി ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറയുവാണ്. ഇത് കേട്ട തമ്പുരാൻ ചിരിച്ചോണ്ട് പറയാണ്, നിന്നെ അതിന് ഇവിടുന്ന് ആരും തടയില്ല, പക്ഷെ നിനക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുവാണ്. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയ അങ്ങനെയാണ്, ചിലപ്പോ കുറച്ച് ദിവസങ്ങൾ നിർത്താതെ മഴ പെയ്യും, ചിലപ്പോ അത് മാസങ്ങളോളം വരും. ഇങ്ങനെയും പറഞ്ഞ് തമ്പുരാൻ അവിടെ നിന്ന് ചിരിച്ചോണ്ട് പോകുന്ന സമയം അപ്പൊ വേലക്കാരൻ പറഞ്ഞ പോലെ ഇവിടുന്ന് രക്ഷപ്പെടാന്നുള്ളത് അത്ര ഈസി അല്ല എന്ന് നായകന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇപ്പൊ വിഷമം മുഴുവൻ നമ്മുടെ നായകൻ വേലക്കാരനെ കണ്ട് പറയുവാണ്. വേലക്കാരൻ ഈ സമയത്ത് നായകനെ കുറച്ച് മദ്യം കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ അതെല്ലാം കുടിച്ച് നമ്മുടെ നായകൻ ബോധമില്ലാതെ അവിടെ കിടന്നുറങ്ങുവാണ്. അതെല്ലാം കഴിഞ്ഞ് നായകൻ എഴുന്നേൽക്കുമ്പോ നായകന്റെ മുമ്പില് ഒരു രൂപം കണ്ട് നായകൻ അങ്ങനെ ഞെട്ടുന്നു. അതാ കുട്ടിച്ചാത്തനായിരുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ അലറി വിളിക്കുവാണ്. അപ്പോഴാണ് മനസ്സിലായത് കുറെ കിടന്ന് നമ്മുടെ നായകൻ ഇത് സ്വപ്നം കണ്ടതായിരുന്നു എന്ന്. അതിന് നായകൻ നേരെ അടുക്കളയിൽ വേലക്കാരന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ അയാളെ അവിടെ കാണുന്നില്ല. ഈ സമയം പുറകുഭാഗത്ത് നിന്ന് ആരോ തൂമ്പ് വെച്ച് കിളയ്ക്കുന്ന സൗണ്ട് കേട്ട് നായകൻ അവിടേക്ക് ചെല്ലുമ്പോ നായകൻ കാണുവാണ് ആ വേലക്കാരൻ ഒരു വലിയ കുഴി എടുക്കുന്നത്. ഇപ്പൊ ഈ വീട്ടിലാകെയുള്ളത് ഇവര് 3 പേരുമല്ലേ. അങ്ങനെയുള്ള ഈ സമയത്ത് വേലക്കാരൻ ഇങ്ങനെ കുഴിയെടുക്കുന്നത് കണ്ടിട്ട് ആ തന്നെ കുഴിച്ചു മൂടാനായിരിക്കും പേടിച്ച് നായകനാണെങ്കിൽ തമ്പുരാൻ പറഞ്ഞ ശക്തിയായ മഴ പോലും കണക്കാക്കാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുന്നു. എന്നാൽ എങ്ങനെയൊക്കെ ഓടിയിട്ടും നായകൻ അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ നായകൻ വീണ്ടും ആ കൊട്ടാരത്തിലേക്ക് തിരികെ വരുന്നു. ഇതേ സമയം ആ തമ്പുരാൻ കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ തമ്പുരാൻ നായകനോട് ഇത്തരം ദിവസം ഇവിടെ താമസിച്ചിട്ട് ഒന്നും പറയാതെ പോകുന്നത് മര്യാദയാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ നായകൻ തമ്പുരാനോട്, തമ്പുരാൻ എന്നോട് ക്ഷമിക്കണം, എന്നെ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് വിടണം, അനുമതി തരണം എന്നൊക്കെ പറയുന്നു. ഈ സമയം തമ്പുരാൻ അനുമതി തരാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ചിരിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് മൂവിന്റെ ഇന്റർവ്യൂല് വരുന്നത്. അടുത്ത സീനിൽ നമ്മുടെ നായകൻ വീണ്ടും വേലക്കാരന്റെ അടുത്ത് ചെന്ന് നിങ്ങൾ ഇതിന്റെ പുറകിൽ കുഴിയെടുത്തത് അത് ആരെ കുഴിച്ചുകൂടാനെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ വേലക്കാരൻ വാ കാട്ടിത്തരാന്നും പറഞ്ഞുകൊണ്ട് നായകനെയും കൂട്ടിക്കൊണ്ട് ആ പൂട്ടിക്കിടന്ന ആ അറയിലേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ അവിടെ ആരുടെയോ ബോഡി ഒരു വെള്ള തുണിയെല്ലാം പുതപ്പിച്ച് അവിടെ കിടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ വേലക്കാരൻ അത് കാട്ടിക്കൊടുത്തിട്ട് ഇദ്ദേഹത്തിനെ കുഴിച്ചിടാൻ വേണ്ടിയാണ് ഞാൻ ആ കുഴി ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഇത് കേട്ട നായകന് അത് ആരാണെന്ന് നോക്കുവാണ്. അങ്ങനെ ആ മരിച്ചിടക്കുന്ന വ്യക്തിനെ കണ്ട് നായകനാകെ ഷോക്കാവുന്നു. അതായത് തമ്പുരാനായിരുന്നു. അങ്ങനെ ഇത് കണ്ട് നായകനാകെ ഷോക്കാവുന്ന സമയത്ത് ആ വേലക്കാരൻ പറയാണ്, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ തമ്പുരാനായിട്ട് ഇവിടെ ഉള്ളത് ആ കുട്ടിച്ചാത്തനാണെന്ന്. ഇത് ആ കുട്ടിച്ചാത്തൻ ഇല്ലാതാക്കിയ യഥാർത്ഥ തമ്പുരാനാണ്. അങ്ങനെ ഇപ്പൊ നായകൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് ആ വേലക്കാരനെ നായകൻ സഹായിക്കുവാണ്. അതായത് അവർ രണ്ടുപേരും കൂടി തമ്പുരാന്റെ ആ ബോഡി ആ കുഴിയിൽ കൊണ്ടിട്ട് മൂടുന്നു. ഒരു മരണഭയം രണ്ടുപേരുടെ മുഖത്ത് കാണാനുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി അവിടുത്തെ കുളത്തിൽ വന്നൊന്ന് കുളിക്കുന്നു. ഈ സമയം വേലക്കാരൻ നായകനോട് പറയുകയാണ്, ഇവിടുന്ന് രക്ഷപ്പെടാൻ
രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ. ഈ കൊട്ടാരത്തിലെ പൂട്ടിക്കിടക്കുന്ന മറ്റൊരു മുറിയുണ്ട്. അതിനകത്ത് ഒരു പാതാള വഴിയുണ്ട്. സോ കുട്ടിച്ചാത്തൻ കാണാതെ അതുവഴി രക്ഷപ്പെടണം. അപ്പൊ വേലക്കാരൻ പറഞ്ഞ ഈ കാര്യം കേട്ട നായകൻ എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറയുന്നു. അപ്പൊ അതിന് വേലക്കാരൻ പറയുകയാണ്, അത് നീ വിചാരിച്ച പോലെ ഈസി അല്ല. ആ മുറിയുടെ താക്കോലുള്ളത് തമ്പുരാന്റെ വേഷത്തിൽ നടക്കുന്ന ആ കുട്ടിച്ചാത്തന്റെ മുണ്ടിന്റെ ഇടുപ്പിലാണ്. ഇത് കേട്ട നായകൻ അത് നമുക്ക് എങ്ങനെയും ഒപ്പിക്കാന്ന് പറയുന്നു. അങ്ങനെ അതിനുവേണ്ടി അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായകൻ എഴുന്നേറ്റ് വന്ന് തമ്പുരാന്റെ ആ പാക്കറ്റ് എടുത്ത് കളിക്കുവാണ്. ഈ സമയം ഇതിന്റെ സൗണ്ട് കേട്ടാണ് തമ്പുരാൻ അവിടേക്ക് എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ തമ്പുരാനെ കാണുന്ന സമയത്ത് നമ്മുടെ നായകൻ നമുക്കൊരു കളി കളിച്ചാലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ തമ്പുരാൻ നായകൻ എന്ന് നോക്കുവാണ്. അപ്പൊ നായകൻ പറയുകയാണ്, ഞാൻ എന്നെ തന്നെ ഇവിടെ പണയം വെക്കാൻ തയ്യാറാണെന്ന്. നായകൻ അങ്ങനെ പണയം വെക്കുന്ന സമയത്ത് തമ്പുരാൻ എന്തെങ്കിലും പണയം വെക്കണല്ലോ. അങ്ങനെ തമ്പുരാൻ ചോദിക്കുന്ന സമയം ആ കീ തന്നാൽ മതി എന്ന് പറയാൻ വേണ്ടിയായിരുന്നു നായകന്റെ പ്ലാൻ. എന്നാൽ നായകൻ പറഞ്ഞ ഈ കാര്യം കേട്ട് തമ്പുരാൻ പറയുകയാണ്, നീ ഓൾറെഡി ഇവിടെ ഒന്ന് പണയം വെക്കപ്പെട്ടതാണ്. അതുവഴി നീ എന്റെ അടിമയാവുകയും ചെയ്തതാണ്. സോ ഒരേ കാര്യം രണ്ടു തവണ പണയം വെക്കാൻ കഴിയില്ല. സോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ കളിക്കാന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ നായകൻ വേലക്കാരന്റെ അടുത്തേക്ക് വന്ന് ഇന്ന ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എങ്ങനെ ഇന്ന് രാത്രി തമ്പുരാന്റെ പക്കലുള്ള ആ കീ കൈക്കലാക്കി നമുക്കിവിടെ രക്ഷപ്പെടാന്നൊക്കെ പറയുന്നു. ഇത് കേട്ട വേലക്കാരൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് തമ്പുരാനെ മയക്കാനായിട്ട് എന്തൊക്കെയോ മരുന്നെല്ലാം കലർത്തി അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നു. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ നായകനാണെങ്കിൽ പതിവ് പോലെ തമ്പുരാൻ അങ്ങനെ പാട്ടെല്ലാം പാടിക്കൊടുത്തോണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ നായകൻ പെട്ടെന്ന് ആ പാട്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇത് കേട്ട് തമ്പുരാൻ, നീ എന്തിനാ പാട്ട് നിർത്തിയത്, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ തമ്പുരാന് ശരിക്കും നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് നിങ്ങളെ തനി സ്വരൂപം ഒന്ന് കാണണമെന്ന് പറയുന്നു. അപ്പൊ തമ്പുരാൻ നായകനെ നോക്കി ചിരിച്ചുകൊണ്ട് അതിന് സമയമായിട്ടില്ല എന്ന് പറയുവാണ്. ഈ സമയം നായകൻ നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വേലക്കാരനെ കാണുന്നില്ല. പുറത്തിപ്പോ പെയ്തുകൊണ്ടിരുന്ന ആ ശക്തമായ മഴയിൽ നിൽക്കുവാണ്. അപ്പൊ നായകൻ ധൈര്യം സംഭരിച്ച് ഒരു കത്തി എടുത്തോണ്ട് നേരെ തമ്പുരാന്റെ അടുത്തേക്ക് ചെല്ലുന്നു. തമ്പുരാനെ കുത്തിക്കൊന്ന് അയാളുടെ ഇടുപ്പിലുള്ള ആ കീ എടുക്കാനാണ് നായകന്റെ പ്ലാൻ. അങ്ങനെ നായകൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ സമയം മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. തമ്പുരാന്റെ ഇടുപ്പിലുള്ള ആ കീ നേരത്തെ തന്നെ വേലക്കാരൻ വളരെ തന്ത്രപൂർവ്വമായിട്ട് തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അയാൾ അതുകൊണ്ട് ആ മുറി പോയി തുറന്നിരിക്കുകയാണ്. ഇത് ഇതേ സമയത്ത് തമ്പുരാനെ അറിയുന്നുണ്ട്. അങ്ങനെ തമ്പുരാൻ ദേഷ്യം കൊണ്ട് അലറി വിളിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ നായകൻ അവിടുന്നോട് രക്ഷപ്പെടുവാണ്. അങ്ങനെ നേരെ ആ മുറിയിലേക്ക് എത്തി ആ വേലക്കാരനോടൊപ്പം നായകൻ അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്നു. ഈ സമയം വേലക്കാരൻ നായകനോട് പറയുന്നുണ്ട്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മളെ വീണ്ടും ആപത്തിപ്പെടുത്താനും ആ കുട്ടിച്ചാത്തൻ ഒരുപാട് ശ്രമിക്കും, അതിലൊന്നും വീഴാൻ നിൽക്കരുത്. അപ്പൊ നായകൻ അതിനെ തലയാട്ടുന്നു. അത് ഞാൻ വേലക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിലൊരു തീപ്പന്തം എടുത്ത് ആ കുട്ടിച്ചാത്തൻ അവിടേക്ക് വിളിക്കുവാണ്, അതിനെയും കൂടി അടക്കിയിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി. അങ്ങനെ ഇപ്പൊ തമ്പുരാന്റെ വേഷത്തിലുള്ള ആ കുട്ടിച്ചാത്തൻ അവിടേക്ക് വരുന്നു. ഈ സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ വേലക്കാരൻ ആരാണെന്നറിയാവോ, യഥാർത്ഥ തമ്പുരാന്റെ മകനാണ്. സോ അദ്ദേഹം ഇവിടേക്ക് ഒരു വേലക്കാരനെ പോലെ വന്നത് ഈ കുട്ടിച്ചാത്തനെ പിടിച്ചടക്കാൻ വേണ്ടിയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇയാൾ പറയുമ്പോഴാണ് കുട്ടിച്ചാത്തനും മനസ്സിലാവുന്നത്. എന്നാലും കുട്ടിച്ചാത്തൻ ഇപ്പൊ ചിരിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങളെ കൊണ്ട് എന്നെ കീഴ്പ്പെടുത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ കീഴ്പ്പെടുത്താൻ. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അതിന് ശ്രമിക്കുവാണ്. ഈ സമയത്ത് ആ രംഗങ്ങളെല്ലാം ഒരുപാട് ത്രില്ലിംഗ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരം ആക്രമിക്കുന്ന ആ സമയത്ത് ആ സീക്വൻസും കാണിച്ചോണ്ട് ആ സീനോടെ കട്ടാക്കി അടുത്ത സീനിൽ നമ്മുടെ നായകൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പൊ നായകൻ അവിടെ എങ്ങും ആ കുട്ടിച്ചാത്തനെയും കാണുന്നില്ല, വേലക്കാരനെയും കാണുന്നില്ല. അപ്പൊ നേരത്തെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുകയെന്ന് ഈ സമയത്ത് നായകൻ ആലോചിക്കുന്നു. എന്തെങ്കിലും ആട്ടെ, ജീവൻ രക്ഷിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നായകനാണെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും ഓടാൻ തുടങ്ങുന്നു. ഇപ്പോഴും നായകനുള്ളത് ആ തുരങ്കപാതയിലാണ്. ഇതേ സമയത്ത് ആ തുരങ്കപാതയുടെ മറ്റൊരു ഭാഗം കാണിക്കുന്നു. അവിടെ കൂടി ഇപ്പൊ ആ വേലക്കാരൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തമ്പുരാന്റെ വേഷത്തിലുള്ള ആ കുട്ടിച്ചാത്തൻ ഇതുവരെ അവരെ വെറുതെ വിട്ടിട്ടില്ല. ഇപ്പോഴും അയാള് അവരുടെ പുറകെയുണ്ട്. തൊട്ടു മുമ്പത്തെ സീനില് ആ വേലക്കാരൻ നായകനോട് പറഞ്ഞ പോലെ രക്ഷപ്പെടുന്ന സമയത്ത് കുട്ടിച്ചാത്തൻ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലൊന്നും വീഴാതെ അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അവർ രണ്ടുപേരും കണ്ടുമുട്ടുവാണ്. ഇതേ സമയം തന്നെ അവരുടെ അടുത്തേക്ക് ആ കുട്ടിച്ചാത്തനും വരുന്നു. ഈ സമയം വേലക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിലിരിക്കുന്ന ആ പെട്ടി തുറന്ന് ആ കുട്ടിച്ചാത്തനെ അതിനകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനാദ്യം അയാളുടെ കൈ കിടക്കുന്ന മോതിരം ഉരണം. അങ്ങനെ ഇപ്പൊ അതിനെന്താ വഴിയെന്ന് ആലോചിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ നായകൻ പെട്ടെന്ന് അവന്റെ കയ്യിലിരുന്ന ആ കത്തി വെച്ച് തമ്പുരാനെ കുത്തി അയാളിന് പരിക്കുണ്ടാക്കി. പെട്ടെന്ന് അയാളുടെ കൈ കിടക്കുന്ന മോതിരം വരുന്നു. ഇതേ സമയം തന്നെ തുറന്നു വെച്ച പെട്ടിയുമായിട്ട് നിൽക്കുന്ന ആ വേലക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന തീപ്പന്തം വെച്ച് തമ്പുരാന്റെ ശരീരത്തേക്ക് തീയിടുന്നു. അങ്ങനെ ആ തീ കൊണ്ട് തമ്പുരാന്റെ ശരീരം കത്തി തുടങ്ങുന്ന അതേ സമയം തന്നെ ആ കുട്ടിച്ചാത്തൻ നേരെ പെട്ടിയിലേക്ക് കയറുകയാണ്. അതിനുശേഷം ആ വേലക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പെട്ടിയിൽ നോക്കി ചിരിച്ചോണ്ട് പറയുകയാണ്, ഇനി മുതൽ ഞാനാണ് നിന്റെ തമ്പുരാനെന്ന്. എന്നിട്ട് നേരത്തെ ഊരിയെടുത്ത ആ മോതിരം ഇല്ലേ, അത് അയാൾ കയ്യിലേക്ക് ഇടാനും തുടങ്ങുന്നു. ഈ സമയം നായകൻ അയാളെ തടയുവാണ്, ഒരിക്കലും അത് ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട്. എന്നാൽ വേലക്കാരൻ അത് കേൾക്കാതെ അത് കയ്യിൽ അണിയാൻ തുടങ്ങുന്നു. അപ്പൊ നായകൻ വീണ്ടും തടയുമ്പോൾ വേലക്കാരൻ നായകനോട് പറയുകയാണ്, ഇതിന് നീ എന്നെ തടഞ്ഞോ, ഞാൻ നിന്നെ കൊന്നു കളയുന്നു. ഇത് കേട്ട നായകന് ദേഷ്യം വരുന്നു. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും അവിടെ വെച്ച് ഫൈറ്റ് ആവുകയാണ്. ഈ സമയം അവര് ബന്ധിച്ച ആ കുട്ടിച്ചാത്തൻ ഇതെല്ലാം കണ്ട് രസിച്ച് അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ആ ഫൈറ്റിനോടുവിൽ നായകൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കത്തി വെച്ച് വേലക്കാരനെ കുത്തിക്കൊല്ലുന്നു. എന്നിട്ട് ആ മോതിരം അണിഞ്ഞ് നായകൻ പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. ഈ സമയം നായകന്റെ കയ്യില് ആ ചെകുത്താന്റെ മോതിരമുണ്ട്. സോ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നായകൻ നേരത്തെ വേലക്കാരനെ കൊന്ന് അയാൾ അണിയാനിരുന്ന ആ മോതിരം കയ്യിലണിഞ്ഞ് ആ കുട്ടിച്ചാത്തന്റെ തമ്പുരാനായെന്ന്. പക്ഷെ ശരിക്കും സംഭവം അങ്ങനെയല്ല. എപ്പം നമ്മുടെ നായകൻ ആ മോതിരം കയ്യിലണിഞ്ഞോ അതേ സമയം തന്നെ ആ പെട്ടിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവര് ബന്ധിച്ച ആ ചെകുത്താൻ പുറത്തു വന്ന് യഥാർത്ഥ നായകനെ കൊന്നുകളഞ്ഞ് ആ തമ്പുരാന്റെ കേസിലുണ്ടായ പോലെ നായകന്റെ വേഷം അണിഞ്ഞ് ആ കുട്ടിച്ചാത്തനാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥ നായകനെ മരിച്ചു എന്ന് കാണിക്കുന്നു. ഇപ്പോൾ ഉള്ളത് ഇത് കുട്ടിച്ചാത്തനാണെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പൊ ആ കുട്ടിച്ചാത്തൻ നേരെ ആ കൊട്ടാരത്തിലേക്ക് തിരികെ ചെല്ലുന്നതായിട്ട്
ആയിട്ട് കാണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള എൻഡിങ്ങിലാണ് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവിയുടെ കഥ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പൊതുവെ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള മൂവിയായിരുന്നു, കാരണം ഇതിന്റെ കഥ അങ്ങനെയാണ്. സോ ഇത് വളരെ ഷോർട്ട് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ജസ്റ്റ് കഥ മനസ്സിലാക്കാൻ വേണ്ടി. സോ ഇത് മുഴുവനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തൊട്ടടുത്ത തിയേറ്ററിൽ പോയി ഈ മൂവി മുഴുവനായിട്ടൊന്ന് കാണുക. എന്തായാലും മൂവി കിടിലമാണ്, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അപ്പൊ ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് കിട്ടാൻ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ ബൈ.